വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ്. വളരെ വിഷമമുള്ള കാര്യമാണ്. ഒന്നാം വർഷ വിദ്യാർത്ഥികളാണെന്നാണ് പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടേക്ക് ഡോക്ടേഴ്സ് പോയിട്ടുണ്ട്, പ്രിൻസിപ്പളും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവർ കുറച്ച് 2 പേർ സീരിയസ്ലി ഇൻജേർഡ് ആണ് എന്നുള്ളതാണ്. ബാക്കിയുള്ളവരുടെ കാര്യം ഇവിടെ ന്യൂസിൽ പറയുന്ന വിവരം തന്നെയാണ് നമുക്കും കിട്ടിയിട്ടുള്ളത്. മറ്റ് ഡീറ്റെയിൽസ് ഇപ്പം ശേഷിക്കുന്ന 2 പേരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും റെഡിയാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഇപ്പോൾ അവിടേക്ക് എത്തിച്ചേരും. അതിനു മുമ്പ് ഡോക്ടേഴ്സ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി വിവരങ്ങൾ അറിയാൻ അവർ അറിയിക്കുകയുള്ളൂ. ഇപ്പോൾ നൽകുന്ന മാധ്യമങ്ങളിലൂടെ നൽകുന്ന വാർത്ത മാത്രമാണ്. അതോടൊപ്പം എനിക്ക് പ്രിൻസിപ്പൽ വിളിച്ചും JDMA വിളിച്ച് അറിയിച്ചിരുന്നു. പക്ഷെ ഇത് രണ്ടും സമാനമാണ്. അവരുടെ ഇൻഫർമേഷനും മാധ്യമങ്ങളിൽ വന്നതും സമാനമാണ്. അവര് പല സ്ഥലങ്ങളിലുള്ളവരുണ്ട്. കോഴിക്കോട് നിന്ന് ഉണ്ട്, ലക്ഷദ്വീപിൽ നിന്നുണ്ട്, പിന്നെ കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നുമുള്ളവർ ഉണ്ട് എന്നുള്ളതാണ് പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുള്ളത്. ഏകദേശം മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവരെ എത്ര പേരെ നമുക്ക് രക്ഷിക്കാനാകുമെന്നുള്ളത് തീർച്ചയായിട്ടും അവിടേക്ക് അവർ എത്തിച്ചേർന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പറയാനായിട്ട് കഴിയുക. മെഡിക്കൽ കോളേജിന് അധിക ദൂരമല്ല ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്. ബാക്കി വിവരങ്ങൾ ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ബാക്കി വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷെ വളരെ കഷ്ടമാണ്. ഒന്നാം വർഷ വിദ്യാർത്ഥികളാണല്ലോ. അവർ വന്ന് കോഴ്സിൽ ജോയിൻ ചെയ്തതേ ഉള്ളൂ. വളരെ വിഷമകരമാണ്. ഒരു 7 പേരാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും പ്രിൻസിപ്പൽ അവിടേക്ക് സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്ന് വിവരം ഇപ്പോൾ നൽകും.